إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ പലപ്പോഴും ഉയരാറുള്ള ചില ചോദ്യങ്ങളും ചില വിലാപങ്ങളുമുണ്ട്. അതിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ആളുകൾ പറയും, എന്തുപറ്റി നമ്മുടെ സമൂഹത്തിന്? എന്തെല്ലാമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഭരണകർത്താക്കൾ ഈ സന്ദർഭത്തിൽ എന്തെടുക്കുകയാണ്? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനത്തെ വാർത്തകളും സംഭവങ്ങളും കാണുമ്പോൾ ചോദിച്ചു പോകും. ഇനി മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിലാണ് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുകയോ നമ്മുടെ മനസ്സിലൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്പോൾ നമ്മൾ പറയും, സമുദായ നേതൃത്വങ്ങൾക്ക് എന്തു പറ്റി? അവർക്ക് എന്താണ് പണി? നമ്മുടെ മഹല്ല് ഈ വിഷയത്തിലൊന്നും ഇടപെടാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ കുറെ മതസംഘടനകൾ ഉണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് ഇതൊന്നും അവരുടെ അജണ്ടയിൽ ഒരു വിഷയമായി ഉൾപ്പെടുത്താത്തത്? എന്താണ് അവർക്ക് ജോലി? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിച്ച് പോവാറുണ്ട്. അതോടൊപ്പം തന്നെ ചില വിലാപങ്ങൾ, മനസ്സിൽ നിന്ന് നമ്മൾ ചില വിലാപങ്ങളും ഉയർത്താറുണ്ട്. അതെന്താ പറയാറുള്ളത്? ആ കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് അവസാനം പറയും, ഇതൊക്കെ നാട്ടിലങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും, നമ്മളിപ്പോൾ എന്താ ചെയ്യുക? നമുക്കിതിലിപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക? കാരണം നമ്മൾ പറഞ്ഞാൽ പലർക്കും അത് രസിക്കില്ല. പിന്നെ വെറുതെ ആളുകളുടെ ഒരു ദുഷ്പേര് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരു മോശമായ രീതി നമ്മൾ ഉണ്ടാക്കേണ്ടതില്ലല്ലോ. നമ്മളിതും പറഞ്ഞ് മറ്റുള്ളവരുടെ അനിഷ്ടം ഒരിക്കലും സമ്പാദിക്കേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ അവസാനം എന്ത് പറയും? ഒരു ആത്മകഥം. ഇനി എല്ലാവരും ഒന്നിച്ച് അനുഭവിക്കുമ്പോൾ അപ്പം ആളുകൾക്ക് മനസ്സിലായിക്കോളും, ഏതായാലും ഞാനിതിനൊന്നും സംസാരിക്കാൻ പോണില്ല. കാരണം നമ്മൾ മാത്രം വിചാരിച്ചതുകൊണ്ട് ഇതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ആ യോഗം പിരിയുക ചെയ്യുക, അല്ലെങ്കിൽ ആ സംസാരം പിരിയണം ചെയ്യുക. ഇതാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ചോദ്യങ്ങൾ ഉയരുക തന്നെ വേണം. അത് ആ ചോദ്യങ്ങൾ പോലും ഉയരുന്നില്ല എങ്കിൽ നമ്മൾ അത്രമേൽ നമ്മുടെ മനസ്സ് മരിച്ചു പോയിരിക്കുന്നു എന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം. പക്ഷേ നമ്മൾ വിചാരിച്ചത് കൊണ്ടൊരു കാര്യമില്ല എന്നുള്ള ഒരു വിലാപം ഒരിക്കലും ശരിയല്ല. അത് നമ്മൾ തിരുത്തേണ്ട കാര്യമാണ്. കാരണം ഇരുട്ട് എത്ര കട്ട പിടിച്ചതാണെങ്കിലും കൂരിരുട്ടിൽ മിന്നുന്ന ഒരു മിന്നാമിനുങ്ങിന് പോലും വലിയ ശോഭയുണ്ടാകും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്.
എത്രമേൽ ഇരുട്ടുണ്ടാകട്ടെ, അവിടെ കത്തിച്ചു വെക്കുന്ന ചെറിയൊരു വിളക്കിന് പോലും വലിയ ശോഭയുണ്ടാകും. അതുകൊണ്ട് വിലാപങ്ങൾക്കപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഓരോ വിഷയങ്ങൾ, നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഓരോ വിഷയങ്ങൾ ഉണ്ടാവുമ്പോഴും ഇതിൽ മറ്റുള്ളവരെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിന് മുമ്പ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ വിശ്വാസികൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മോഷണശല്യമുള്ള ഒരു ഗ്രാമത്തിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നം പരിഹരിച്ചൊരു കഥയുണ്ട്. അതിലൊരു പാഠം നമുക്കുണ്ട്. ഒരു ഗ്രാമത്തിൽ മൊത്തം എന്നും മോഷണം നടക്കുക. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല, ഇരുട്ടാണ്, പല ഉൾവഴികളിലും ഇരുട്ടാണ്, അവിടെയൊക്കെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പരിഹാരം ഉണ്ടാവും. ആ ലൈറ്റ് വരാൻ വേണ്ടി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു, കുറെ മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചു, പക്ഷെ നടക്കുന്നില്ല. അവസാനത്തിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു ബൾബ് പുറത്തേക്കിട്ടു, ഒരു നീളമുള്ള വയറെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. അത് കണ്ട് തൊട്ട അയൽവാസിയും എന്ത് ചെയ്തു, അയാളുടെ വീട്ടിൽ നിന്നൊരു വിളക്ക്, ഒരു ബൾബ് പുറത്തേക്കിട്ടു. അങ്ങനെ 2-3 ദിവസം കൊണ്ട് എല്ലാ വീട്ടിൽ നിന്നും ഒരു ബൾബ് പുറത്തേക്ക് വന്നപ്പോൾ ആ ഗ്രാമം പ്രകാശമാനമായി എന്നാണ്. അതൊരു കഥയാണെങ്കിലും അതിലൊരു വലിയ സന്ദേശം നമുക്കുണ്ട് എന്നതാണ്. അതായത് ഒരു പ്രശ്നത്തിന് പരിഹാരമായി നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ അതൊരു പരിഹാരമാണ്. അത് കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ അതിലേക്ക് വരും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരേണ്ട ഒരുപാട് വിഷയമുണ്ട്. അതിൽ അടിയന്തരമായ ഒരു പ്രശ്നം നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് ഞാൻ സൂചിപ്പിക്കണം. നമുക്കറിയാം, ഇന്ന് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന വിവാഹ ആഘോഷങ്ങളുടെ കാര്യം. കാരണം ഇസ്ലാമിലെ വിവാഹം എത്ര ലളിതമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായത് സമ്പത്തും സമയവും ഒട്ടും അപഹരിക്കാത്ത വളരെ ലളിതമായ ഒരു ചടങ്ങാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. എന്നാൽ നാട്ടിൽ നടക്കുന്നത് എന്താ? വിവാഹം തീരുമാനിച്ചത് മുതൽ ആ ചടങ്ങുകളുടെ ഒരു ഘോഷയാത്രയാണ്, ഒരു മാലപ്പടക്കത്തിന് തീ കൊടുത്ത പോലെയാണ് പിന്നെ അവിടെ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിയുമ്പോഴേക്കും ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ കുടുംബം ലക്ഷങ്ങളുടെ കടക്കിണിയിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. ആധാരം പണയം വെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. കാരണം മാനം നേടാൻ വേണ്ടി എന്ത് ചെയ്താലും വേണ്ടില്ല എന്ന രീതിയിലേക്കാണ്. അത് ഇസ്ലാമിലുള്ള വിവാഹം നടത്താൻ അത്ര കാശൊന്നും വേണ്ട, പക്ഷെ ചടങ്ങുകളും ഒരാൾ നടത്തിയിട്ട് അപ്പുറത്ത് നടത്തണം. അപ്പൊ അതിനുവേണ്ടി കാശുണ്ടാക്കുമ്പോൾ അയാൾ കടക്കണിയിൽ വിടുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? മിഠായി കൊടുക്കലിൽ നിന്ന് തുടങ്ങും. മിഠായിയുടെ ഒരു ലോഡാണ് പലപ്പോഴും വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മോതിരമിടൽ ചടങ്ങ്, മൊബൈൽ കൈമാറ്റം, സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് ആലോചിക്കണം. നിക്കാഹ് കഴിയാത്ത ആളുകളാണ് ഈ ചെയ്യുന്നത്. നിക്കാഹിലൂടെ മാത്രമേ ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ നോക്കാനും കാണാനും സ്പർശിക്കാനും പാടുള്ളൂ. പിന്നെ എന്തിനായി നിക്കാഹ്? നിശ്ചയം കഴിഞ്ഞു, എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ വയലിലും അതുപോലെ തന്നെ അങ്ങാടിയിലും മലയിലും മുകളിലും ഇവർ രണ്ടുപേരും പോയിട്ട് ഒന്നിച്ചു നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും പരസ്പരം കെട്ടിപ്പിടിക്കുക വരെ ചെയ്യുക. എന്നിട്ട് അത് ചെയ്യാന്ന് മാത്രമല്ല, അത് സ്ക്രീൻ ഷോട്ടുകളാക്കിയിട്ട് അത് സ്റ്റാറ്റസ് ആക്കുക. ഒരു സേവ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ഈ വ്യഭിചാരത്തിലാണോ നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നത്? എവിടെയാണ് നമ്മളെ സമൂഹം? പിന്നെന്തിനാണ് നമ്മൾ നിക്കാഹ് വെക്കുന്നത്? ഇതൊന്നും ശരിയല്ലല്ലോ. പക്ഷെ അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊമോ വീഡിയോ ഷൂട്ടിംഗ്, ഇതൊക്കെ കല്യാണത്തിന്റെ മുമ്പ്. അതേപോലെ തന്നെ മഞ്ഞക്കല്യാണം, ഹൽദി, മെഹന്തി, ബ്രൈഡ് ടു ബി, ഡെസ്റ്റിനേഷൻ വെഡിങ്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ് JCBയിലും വാഴ വെച്ച ഓട്ടോറിക്ഷയിലും ശവപ്പെട്ടിയിലും വരെ വധൂവരന്മാർ വരുന്ന യാത്രകൾ. തലേന്ന് ചെറുപ്പക്കാർ സംഘം ചേർന്ന് മദ്യപിച്ച് DJ പാർട്ടി നടത്തുന്നൊരവസ്ഥ. വളരെ ദൂരെ നിന്ന് തന്നെ വധൂവരന്മാരെ റോഡിലൂടെ നടത്തിക്കൊണ്ടുവന്ന് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വാദ്യമേളങ്ങൾ മുടക്കി കളറുകൾ വാരി വിതറി വലിയ ഘോഷത്തോടുകൂടി പടക്കങ്ങൾ പൊട്ടിച്ച് അങ്ങനെ ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു രീതി. അവസാനം ഇപ്പൊ കാണുന്ന എന്താ? വിവാഹത്തിന്റെ സദസ്സിൽ പോയി ഇരിക്കാൻ തന്നെ ഭയമാണ്. കാരണം എപ്പോഴാ കറണ്ട് പോവുക എന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാ ലൈറ്റ് പോവുക എന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാ പുക വരിക എന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാ പല്ലക്ക് വരിക എന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാണ് അവിടെ ഡാൻസ് ഉണ്ടാകുക എന്ന് പറയാൻ കഴിയില്ല. എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതില്ലാതെ ഒരു വിവാഹം നടത്തിയാൽ അവനെന്തോ ഒരു മോശക്കാരനാണ് എന്ന രീതിയിലേക്ക് നരേറ്റീവുകൾ മാറിയിട്ടുണ്ട് എന്നതാണ്. ഏതുവരെ വൃദ്ധരും കുട്ടികളും രോഗികളും വരെ ഞെട്ടിത്തരിച്ചു പോകുന്ന പ്രഹരശേഷിയുള്ള ആഘാതശേഷിയുള്ള രീതിയിൽ തൃശ്ശൂര് പൂരത്തിൽ പോലും പൊട്ടാത്ത പടക്കങ്ങളാണ് ഇന്ന് വിവാഹത്തിന്റെ വേദികളിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ പടക്കം പൊട്ടിച്ച് തൊട്ടയൽപ്പക്കത്തെ ഒരു കുട്ടി ICUവിലാണ് കേരളത്തിൽ. നമ്മളൊന്ന് ആലോചിക്കണം. അതൊന്നും ഒരു അബദ്ധത്തിലാണ് സംഭവിച്ചതൊന്നല്ല. ഒരു ദിവസം പടക്കം പൊട്ടിച്ചു, ഒന്നിച്ച് ഗ്യാങ് ആയി പടക്കം പൊട്ടിച്ചു. ഇന്ന് പത്രങ്ങളിൽ കാണാൻ പറ്റും, ചാനലുകളിൽ വാർത്ത കാണാൻ പറ്റും.
ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായ സംഭവങ്ങളാണത്. അപ്പൊ തൊട്ടടുത്ത വീട്ടില് 1 മാസം പ്രായമായിട്ടില്ല കുട്ടിക്ക്, 10, 18, 20 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ ആ കുട്ടി ആ പടക്കം പൊട്ടുന്ന കേട്ടപ്പോൾ ഞെട്ടിത്തരിച്ച് അതിനൊക്കെ കളറൊക്കെ നീലയായി എന്നാണ്, ശ്വാസം പോയി എന്നാണ്. അപ്പൊ അവരൊക്കെ തട്ടിക്കൊടഞ്ഞ് ഒന്ന് ശരിയാക്കിയെടുത്ത് വേഗം പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യരുത്, ഇവിടെ ചെറിയ കുട്ടികളുണ്ട്, കഷ്ടപ്പെടുത്തരുത്, ഞങ്ങളെ പ്രയാസപ്പെടുത്തരുത്. അത് പറഞ്ഞപ്പോ പിറ്റേ ദിവസം കുറച്ചുകൂടെ ഡോസിൽ വന്നാണ് ചെയ്യുക. എന്താണ് ഈ നടക്കുന്നതൊക്കെ നാട്ടിൽ? എന്നിട്ട് നടന്നു മാത്രമല്ല, അത് നിരന്തരമായി പൊട്ടിയപ്പോ ഈ കുട്ടിയുടെ സ്വഭാവം മാറി, പ്രയാസം മാറി, ശ്വാസം നേരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൂടി. ഇപ്പം ആ കുട്ടി ICUവിലാണ്. എന്താകുമെന്ന് പറയാൻ കഴിയില്ല. ഒരു ദീനിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഈ വഷളത്തരം നമ്മുടെ മഹല്ലിൽ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാൻ കഴിയണമെങ്കിൽ മഹല്ലിലെ ഓരോ കുടുംബവും അത് തീരുമാനിക്കണം. ഇപ്പൊ മഹല്ല് കമ്മിറ്റിയോട് പറഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾ തീരുമാനിച്ചിട്ട് എന്താ ഈ ആൾക്കാർ വിചാരിക്കണ്ടേന്ന് പറയും. പക്ഷെ കുടുംബങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയണില്ല. എന്താ കുടുംബങ്ങൾ തീരുമാനിക്കാൻ കഴിയാത്തത്? അവിടെ കുടുംബനാഥന്മാർ നിലപാടെടുക്കണം. പക്ഷെ കുടുംബനാഥന്മാർക്ക് നിലപാടെടുക്കാൻ കഴിയണില്ല. അതിന്റെ കാരണം എന്താ? കുടുംബനാഥന്മാർക്ക് നിലപാടെടുക്കാൻ കഴിയണമെങ്കിൽ ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയും അതിന് കീഴൊതുങ്ങണം. പക്ഷെ മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, ഭാര്യ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മാവൻ കേൾക്കുന്നില്ല, ആരെങ്കിലും കുറ്റം പറയാണ്. അതുകൊണ്ട് എനിക്കൊന്നും ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു നോക്ക് കുത്തിയാകുകയാണ് അവസാനം വാപ്പ, അല്ലാതെ നിസ്സഹായനായി പോവുകയാണ് കുടുംബനാഥൻ. അങ്ങനെയുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇസ്ലാം ഏറെ പവിത്രമായി കാണുന്ന ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത്. അതിനെ ആദരവോടുകൂടി കാണാൻ എല്ലാവർക്കും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണെന്നറിയോ? ആർക്കേ കഴിയുള്ളൂ? ഇത് വിഷയത്തിന്റെ മർമ്മത്തേക്ക് നമ്മൾ വരണം. ഞാൻ പറയുന്നത്, ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നടക്കുന്ന ഞാൻ പറയും. എനിക്കെന്താ അതിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് കൈ മലർത്തണ്ട. എന്താ നമ്മളെ വീട്ടിലല്ലേ കല്യാണം നടക്കുന്നത്? നമ്മളല്ലേ ഇതിന് കാശ് ചെലവാക്കുന്നത്? നമ്മളല്ലേ ആളുകളെ വിളിച്ചു കൂട്ടുന്നത്? അവിടെ നടക്കുന്ന ഈ കാര്യം മാത്രം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? മഹല്ല് കമ്മിറ്റി ശരിയാക്കട്ടെ, ഗവൺമെന്റ് ശരിയാക്കട്ടെ, നാട്ടുകാർ ശരിയാക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കില്ല. ആ വിളക്ക് കൊളുത്തി വെക്കേണ്ടത് അവനവന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അതെല്ലാവർക്കും ആ വിളക്ക് കൊളുത്തി വെക്കാൻ കഴിയില്ല. ഇസ്ലാമിന്റെ ഈ ഒരു സംഭവങ്ങളെ പവിത്രമായി കാണാൻ എല്ലാവർക്കും കഴിയില്ല. ആർക്കേ കഴിയുള്ളൂ അറിയോ? ഇതാ ഖുർആൻ പറയുന്നുണ്ട്, ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. ذَلِكَ അത് തന്നെയാണ് കാര്യം. وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ അല്ലാഹുവിന്റെ ശിആറുകളെ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുവാൻ കഴിയുന്നത് ഒരു കൂട്ടർക്ക് മാത്രമാണ്. ആരാണത്? فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. ഹൃദയത്തിനുള്ളിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഹൃദയമുള്ളവർക്ക് ഈ ചെയ്യുന്നതൊക്കെ എന്റെ മാനാഭിമാനത്തിന് വേണ്ടി ഞാൻ കടം വാങ്ങി ചെയ്യുന്നതാണെങ്കിൽ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്, ആ റബ്ബിന്റെ കോടതിയിലേക്ക് ഞാൻ പോകേണ്ടി വരും എന്ന മനസ്സുള്ള തഖ്വയുള്ള ആളുകൾക്ക് മാത്രമേ പടച്ച തമ്പുരാൻ ദീനിൽ പറഞ്ഞിരിക്കുന്ന അതിന്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ സുപ്രധാനമായതാണ് വിവാഹം എന്ന് പറയുന്നത്. തന്റെ മകളെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും ബറക്കത്തുള്ള ഒരു കാര്യം, അതിനൊരുപാട് നിയമങ്ങളും നിബന്ധനകളും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ബഹുമാനപൂർവം എന്റെ ദീന് പറഞ്ഞതുപോലെ, എന്റെ മുത്തുനബി പറഞ്ഞതുപോലെ ഞാനത് ചെയ്യും എന്ന് തീരുമാനിക്കാൻ തഖ്വയുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് നമുക്കിത് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മളെ പടച്ചോനെ പീടിയൊക്കെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടുണ്ട്. വേറെ ന്യായീകരണം ഒന്നും പറയണ്ട, അവിടേക്ക് തിരിച്ചു വരാൻ നമ്മൾ തയ്യാറാകണം. എങ്കിലേ ഇതൊക്കെ ശരിയാവുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെന്നെത്തുന്നത് മറ്റു പല സംസ്കാരത്തിലുമാണ്. എത്തിയ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഏക സിവിൽ കോഡ് വരണ്ടെന്ന് ഇപ്പൊ നമ്മളെല്ലാവരും പറയുന്നുണ്ട്. ഏക സിവിൽ കോഡ് എന്താ? ഇവിടെ ക്രിമിനൽ നിയമമുണ്ട്, സിവിൽ നിയമമുണ്ട്. ക്രിമിനൽ നിയമം കോമൺ ആണ്, സിവിൽ നിയമം മുസ്ലിമീങ്ങൾക്ക് അവരുടെ വ്യക്തി നിയമമാണ്, ശരീഅത്ത് നിയമമാണ്. അത് ഏതൊക്കെ വിഷയത്തിലാ? ഒന്ന് വിവാഹം, വിവാഹമോചനം, സ്വത്താവകാശം. ഇത് മൂന്നിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കോമൺ നിയമമല്ല അവർക്ക് ബാധകമാകുക, അവർക്ക് അവരുടെ മതപരമായ നിയമമാണ് ബാധകം. ഇത് നമ്മളെ രാജ്യം അനുവദിച്ചു തന്ന വലിയൊരു ഹൈറാണ്. ഇതിനെതിരെയാണ് ഇപ്പൊ ഏക സിവിൽ കോഡ് വരുന്നത്. പക്ഷെ ഏക സിവിൽ കോഡ് പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ എതിർക്കും. പക്ഷെ ഉള്ളിന്ന് സമുദായം കൊണ്ടുവന്നാലോ അതിലിപ്പോ ചെയ്യണത്. വിവാഹത്തിൽ എന്താ വ്യത്യാസമുള്ളത്? ഇപ്പം ഏത് പിന്നെ കല്യാണത്തിന് നിയന്ത്രിക്കണത് ആരാ നിയന്ത്രിക്കണത്? ദീനാണോ നിയന്ത്രിക്കുന്നത്? മതമാണോ നിയന്ത്രിക്കുന്നത്? നമ്മളാണോ നിയന്ത്രിക്കുന്നത്? അല്ല. ആ കല്യാണത്തിന് വേറൊരു ടീമുണ്ട് നിയന്ത്രിക്കുന്നത്, ഒരു അദൃശ്യ ശക്തിയാണ്. ആരെ ഏൽപ്പിക്കണമെന്ന് തന്നെ അറിയാം. ആരെ ഈ ചെണ്ട ഏൽപ്പിച്ചത്, ആരെ ഈ മുട്ട ഏൽപ്പിച്ചത്, ആരെ ഈ DJ പാർട്ടി ഏൽപ്പിച്ചത്,
അത് അവളെ കോളേജിലെ കുട്ടികളാ, അതിന്റെ ആൾക്കാരാണ്. നമുക്കറിയാം ഇതിനായിട്ട് തന്നെ പ്രത്യേക ടീമുകൾ, ഇവന്റ് മാനേജ്മെന്റ് ടീമുകളുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തണമെന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ പോലെ പന്തലിടാനും ആൾക്കാരെ വിളിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാനും എല്ലാവരും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അതുകൊണ്ട് അത്തരം ആളുകളുടെ സഹായമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തേടാം. ഞാൻ അടച്ചാക്ഷേപിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ കത്തിയും കഴുത്തും അവർക്കാണ് കൊടുക്കാൻ പാടില്ല. അവര് ഓരോ വിവാഹങ്ങളും മാനേജ് ചെയ്യുന്ന ആൾക്കാർ, അവിടെ നടക്കണമൊക്കെ നമ്മൾ ഇവിടെ നടക്കും. ഇത് മുസ്ലിങ്ങളെ കല്യാണമാണ്, ഞാൻ മുഅ്മിനാണ്, ഞാൻ മുസ്ലിമാണ്, ഇന്ന കാര്യങ്ങൾ ഞങ്ങളെ കല്യാണത്തിൽ പാടില്ല എന്നുള്ള വ്യവസ്ഥ അവിടെ വെക്കണം. ഇന്ന് അതല്ല സംഭവിക്കുന്നത്. ഈ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചു കൊടുത്ത് അവരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവർക്ക് ഏറ്റവും നന്നായി ചെയ്താലേ അടുത്ത പരിപാടി കിട്ടുള്ളൂ. അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യും. അവര് ഇസ്ലാമികമായ വിശ്വാസികൾ തന്നെ ആയിക്കൊള്ളുന്നില്ല. എന്നിട്ട് സ്വീകരിക്കുന്ന സ്ഥലം മുതൽ ശരിയായ രീതിയിൽ വസ്ത്രം ധരിക്കാത്ത സ്ത്രീകളെ കൊണ്ടുവന്ന് നിർത്തി ഏതോ കടകളിലേക്ക് കയറി പോണത് പോലെയാണ് ഇപ്പൊ കല്യാണങ്ങളിൽ കയറി പോകുന്നത്. എന്താ ഈ നടക്കുന്ന സമൂഹത്തിൽ? ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമല്ല. അങ്ങനെ ആയ എന്താ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്നാണ്. അതായത് ഒരു സമൂഹത്തോട് നിങ്ങൾ സദൃശരായാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരായി. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ അവരിൽപ്പെട്ടവരായി എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്കിതിനൊന്നും ചെയ്യാല്ല എന്ന് ആരും പറയരുത്. ഞാൻ ഈ പള്ളിയിൽ വന്നവർ ഓരോരുത്തരോടും പറയും, നമ്മളാണ് തീരുമാനിച്ചാൽ നമ്മളെ വീടുകളിൽ നടക്കൂലല്ലോ, ഉറപ്പല്ലേ കാര്യം? അതെന്തുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കണം ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, ആ കല്യാണം നടക്കുമ്പോൾ അവിടെ അവസാനം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താണ് ആ പ്രാർത്ഥന? ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. ഇവർക്ക് അല്ലാഹുവേ നീ ബറക്കത്ത് ചൊരിയണേ, ഇവർക്ക് നന്മ ചൊരിയണേ, ഇവർക്ക് എല്ലാ ഖൈറും ഉണ്ടാകണേ. ഇതല്ലേ നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ബറക്കത്ത് ചൊരിയണമെങ്കിൽ, ആ ബറക്കത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ശരിക്കും അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എല്ലാം എളുപ്പമാക്കി തരും. പക്ഷെ അള്ളാന്റെ നിയമം നമ്മൾ പാലിക്കാതെ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് എന്ത് കാര്യം സുഹൃത്തുക്കളെ? ഇത് ചൊല്ലിയ ഉടനെ പിന്നെ അവിടെ നടക്കണത് എന്താ? ആ ഉസ്താദന്മാരും ആൾക്കാരൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വേദി ഇങ്ങോട്ട് മാറുകയാണ്. പിന്നെ വേറെ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ കയറി വരുന്നത് ആണും പെണ്ണും മിങ്കിൾ ചെയ്യുന്ന സ്വഭാവങ്ങളാണ് വരുന്നത്. ആ നിലക്കുള്ള പാട്ടും ഗാനങ്ങളുമാണ് വരുന്നത്. ചില ആളുകൾ മദ്യപിച്ച് വരെ അവിടെ വരുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇതിനൊക്കെ അകമ്പടിയായിട്ട് സംഗീതമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, അതിനെന്താ കുഴപ്പം? അതൊക്കെ പുതിയ കാലല്ലേ, ഇപ്പൊ പഴയ കാലല്ല. ഈ കാലത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഇതൊന്നും അങ്ങനെ തെറ്റാണെന്നൊന്നും പറയാം. അത് നിങ്ങൾ കുറച്ച് മുത്തശ്ശദ്ധിങ്ങൾ പറയാണ്. എന്ത് മ്യൂസിക് പാടില്ല, ഇത് പാടില്ല, ഇതൊക്കെ നിങ്ങൾ കുറച്ച് ആൾക്കാർ പറയാണ്. എന്നാ കേട്ടോ, അള്ളാന്റെ റസൂല് പറഞ്ഞത് ഖിയാമത്ത് നാൾ വരുമ്പോ എന്താ ഉണ്ടാകുക? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ. എവിടുന്നെങ്കിലും വരുന്നല്ല പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം വരും. എന്താണ്? യസ്തഹില്ലൂന അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്. യസ്തഹില്ലൂന അനുവദനീയമാണെന്ന് വാദിക്കും, ഹലാലാണെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം എവിടെ നിന്നെങ്കിലും വരുമെന്നല്ല, എന്റെ സമൂഹത്തിൽ നിന്ന് വരും. അൽ ഹിറ വൽ ഹരീറ, എന്ത്? ഈ വ്യഭിചാരങ്ങളെയും അതുപോലെ തന്നെ പട്ടുവസ്ത്രങ്ങളെയും, വൽ ഖംറ മദ്യപാനത്തെയും, വൽ മആസിഫ് വാദ്യോപകരണങ്ങളെയും. ഇതിനെയൊക്കെ ഹലാലാണ്, അനുവദനീയമാണ്, അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തിൽ നിന്ന് വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘവീക്ഷണം. ഏത് വർത്താനം നമ്മൾ പറയണമെന്ന് നമ്മൾ അല്ലാഹു ആലോചിച്ചു. രണ്ടാമത്തെ കാര്യം എന്താ? എന്തുകൊണ്ട് നമ്മൾ എതിർക്കണം എന്നുള്ളതിന്, തിന്മകളുടെ തുടക്കക്കാരായി നമ്മൾ മാറുകയാണ്. നമ്മൾ ഇങ്ങനെ ഒരു വിവാഹം നടത്തുന്നതോടുകൂടി എന്താ സംഭവിക്കണമെന്ന് അറിയോ? നമ്മളെ തറവാട്ടിൽ പിന്നെ നടക്കുന്ന വിവാഹമൊക്കെ അതിനെ അനുകരിച്ചിട്ടാണ് പിന്നെ നടക്കുക. കുട്ടികൾ വാശി പിടിക്കും, എന്താ മൂത്താപ്പാന്റെ കല്യാണം അങ്ങനെയല്ല നടന്നത്, പിന്നെന്താ എന്റെ കല്യാണങ്ങൾ അങ്ങനെ നടത്തി തരാത്തത്? ഇതിനാരാ കുറ്റക്കാരൻ? മൂത്താപ്പയാണ് കുറ്റം. ആ വീട്ടിൽ, ആ തറവാട്ടിൽ ആദ്യം തുടങ്ങി വെച്ചാൽ അയാളാണ് അതിന്റെ കുറ്റക്കാരൻ. പിന്നെ അത് കണ്ട് ആരൊക്കെ ഇത് ചെയ്യുന്നുവോ, അത് എത്ര പിടുത്തം വിട്ടു പോണോ, അതിന്റെ ഒക്കെ ഒരു ഉത്തരവാദിത്തം ബലി മരിച്ചു പോയാലും കബൾക്ക് വരും. നല്ലോണം ഓർത്തോളൂ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എന്താ? സൂറത്ത് യാസീനിലെ ആയത്തിൽ, നിങ്ങൾ മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുന്നത് നാമാണ്. എന്നിട്ട് പറയണം, അല്ലാഹ് പറയണത്, വനക്തുബു, നാം എഴുതി വെക്കുന്നു, മാ ഖദ്ദമു വആസാറഹും, നിങ്ങൾ ചെയ്തത് മാത്രമല്ല അതിന്റെ അനന്തരഫലങ്ങളും കൂടി എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ലത് തുടങ്ങിയ ചോദിച്ചാൽ ആ നല്ലത് ഇവിടെ ഈ ലോകാവസാനം വരെ നടന്നാൽ അതിന്റെ കൂലിയൊക്കെ നമുക്ക് കിട്ടും. നമ്മളൊരു വേണ്ടാത്ത കാര്യം തുടങ്ങി വെച്ചതെങ്കിലോ അതുകൊണ്ട് എന്തൊക്കെ ആസാറുകളും പിന്നെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്നോ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം നമ്മൾ ഏൽക്കേണ്ടി വരും. വകുല്ല ശൈഇൻ, ഇതെല്ലാം അഹ്സൈനാഹു രേഖപ്പെടുത്തുന്നുണ്ട് ഫീ ഇമാമിൻ മുബീൻ, ഒരു രേഖയിൽ. ആ രേഖ നാളെ
പരലോകത്ത് വരുമ്പോൾ നമ്മളെ ഗ്രന്ഥത്തിലുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നമ്മൾ ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് നല്ലോണം നമ്മൾ വമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. അണുമണിത്തൂക്കം നന്മ ചെയ്ത് അതും പരലോകത്ത് കാണും. വമയ്യാമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുമണിത്തൂക്കം തിന്മ. അണുമണിത്തൂക്കം എന്നൊക്കെ പറഞ്ഞത് ഈ ഓടിന്റെ ഇടയിലൂടെ വരുന്ന വെളിച്ചുണ്ട്. അതിലിങ്ങനെ ഈ ചെറിയ പൊടിപടലങ്ങൾ പാറിക്കളിക്കുന്നുണ്ട് നിങ്ങൾ. അത്ര വരെ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് കാണുക. അപ്പൊ ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ഗൗരവത്തിലെടുക്കണം. മൂന്നാമത്തെ കാര്യം എന്താ പറയുക, എന്തുകൊണ്ട് നമ്മൾ വിലക്കണം എന്നുള്ളതിന്റെ നന്മയും തിന്മയും കൂട്ടിക്കലർത്തി നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതായത് എല്ലാവരും വിളിച്ചു വരുത്തും, എന്നിട്ട് നല്ല മൗലവിമാരെയും വിളിച്ചു വരും, നല്ല പ്രസംഗമൊക്കെ നടത്തും. എല്ലാം കഴിഞ്ഞിട്ട് അതിന് ഇറങ്ങോടുകൂടിയാണ് ഇപ്പം അടുത്ത പരിപാടികൾ തുടങ്ങുന്നത്. ഈ മതത്തിനെ പുച്ഛിക്കല്ലത്, ഈ പ്രസംഗിച്ച ആളെ പുച്ഛിക്കല്ലത്. അപ്പൊ ആൾക്കാരെന്താ മനസ്സിലാക്കുക, ഈ പ്രസംഗിച്ച ആൾക്കാരൊക്കെ ഇതിനൊക്കെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്, അപ്പൊ ഇതിനൊന്നും കുഴപ്പമില്ല, കാരണം അവരവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതാണ് നന്മയും തിന്മയും നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞത്. എന്താ ഓർത്ത് വെച്ചോളി. പിന്നെ ന്യായം എന്താ അറിയും, ഇതിപ്പോ എവിടെ ഇല്ലാത്തത്? ഇതാണ് ചോദ്യം. ഇത് എവിടെ ഇപ്പൊ ഇല്ലാത്തത്? നിങ്ങൾ 1-2 വീട്ടിലല്ലേ ഇല്ലാത്തുള്ളൂ. എന്നാ കേട്ടോളൂ ആയത്ത്, ഞാൻ ഓതി വെച്ച ആയത്ത്, 5-ാം അധ്യായം 100-ാമത്തെ ആയത്ത്. ഖുൽ പറയുക, ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബ്. ഒരിക്കലും നല്ലതും ചീത്തയും സമമാവുകയില്ല. എന്താ നിങ്ങളെ ന്യായം? ചീത്ത കൂടുതലുണ്ട് എന്നല്ലേ? എന്നാ കേട്ടോളി അടുത്ത ആയത്ത്, വലൗ അഅജബക കസറത്തുൽ ഖബീസ്. ഈ ചീത്ത എത്ര അധികരിച്ചാലും ശരി, ഈ ലോകം മുഴുവൻ അത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാലും ശരി, അതൊരിക്കലും സമമാവുകയില്ല. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചുകൊള്ളൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ. അവർക്കാകുന്നു വിജയമുണ്ടാകുക, അവർക്കാകുന്നു ഈ ലോകത്തും പരലോകത്തും വിജയമുണ്ടാവുക. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഇസ്ലാം അപരിചിതമായിട്ടാണ് കടന്നു വന്നത്, ഇനി ഇത് അപരിചിതാവസ്ഥയിലേക്ക് ലോകാവസാനാവുമ്പോൾ മടങ്ങുന്നതാണ്. അന്ന് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ ഒറ്റപ്പെട്ടവരായിരിക്കും, ബാക്കിയുള്ളവരൊക്കെ ഇന്ന് പോയിട്ടുണ്ടാവും. അപ്പൊ ആർക്കാ റസൂലുള്ള മംഗളം പറഞ്ഞത്? ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾ. എന്ത് വിഷമുണ്ടെങ്കിലും ഞാൻ ഹറാമ് ചെയ്യില്ല എന്ന് ഉറച്ചു നിൽക്കുന്നവനാണ് എന്ത് ചെയ്യുക, മംഗളം പറഞ്ഞിരിക്കുന്നത്. 4-ാമത്തെ കാര്യം എന്താ അറിയോ, ഇത് വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ജീവിതത്തിൽ ഈ മ്യൂസിക്കും ഈ DJ പാർട്ടിക്കും പോകാത്ത മനുഷ്യന്മാരെ ഇഷ്ടം പോലെ കല്യാണത്തിനുണ്ടാവും. ഇതിപ്പോ നമ്മളൊരു കുടുംബമല്ലേ, സുഹൃത്തല്ലേ, നാട്ടുകാരനല്ലേ എന്ന് വിചാരിച്ച് വിളിച്ചാൽ പോകാതൊക്കെ എങ്ങനെ വിചാരിച്ച് നമ്മൾ പോവുകയാണ്. എന്നിട്ട് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണത്. ഇത് അനുഭവിക്കേണ്ടി വരികയാണ്. ഇത് കല്യാണത്തിൽ പങ്കെടുക്കാതെ പോകുന്ന കുടുംബത്തെറ്റിലായി. എന്തിനാണ് മനുഷ്യന്മാരെ വിഷമിപ്പിക്കുന്നത് ഇങ്ങനെ? ഒരിക്കൽ അങ്ങനത്തെ സദസ്സിക്ക് ഇങ്ങനത്തെ മനുഷ്യന്മാരെ വിളിച്ച് കൊണ്ടുപോകരുത് നമ്മൾ. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ പോളിനൊപ്പം പോയാൽ എവിടെ എത്തുക? കുഞ്ഞാന അഹൂലുമായൽ ഖായിലീൻ. നരകത്ത് പോകുന്ന ആൾക്കാർ ലക്ഷണം പറഞ്ഞാൽ എന്താ? ഒഴുകുന്നവരോടൊപ്പം ഒഴുകിയെന്ന. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കുക. മറ്റൊന്നെന്താരോ, അതിഥികളെ വിളിച്ചു വരുത്തി അപമാനിക്കലാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു. അല്ലാഹുവിലും പരലോകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയൽവാസിയെ നിങ്ങൾ ബഹുമാനിക്കണം കേട്ടോ. ഈ അയൽവാസിന്റെ തൊട്ടടുത്ത് പടക്കം പൊട്ടിച്ചിട്ട് ഈ കുട്ടിനെ ബുദ്ധിമുട്ടി ആക്കണ ആൾക്കാർ അയൽവാസിനെ ബഹുമാനിക്കുക ചെയ്യുന്നത്. പോയി പറഞ്ഞിട്ട് പോലും എന്ത് ചെയ്യണില്ല, അനുവദിച്ചില്ല എന്നല്ലേ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ അറിയോ? അള്ളാഹുവിലും പരലോകത്തിലും ഒക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ അയൽവാസിക്ക് ശല്യം ഉണ്ടാക്കരുത് കേട്ടോ. പിന്നെ പറഞ്ഞെന്താ? വമൻ കാന യുഅ്മിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. പടച്ചോനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിഥികളെ നിങ്ങൾ ആദരിക്കണം കേട്ടോ. വിളിച്ചു വരുത്തി കണ്ട് എന്ത് ചെയ്യരുത്, അവരെങ്ങനത്തെ കോപ്രായിത്തരം കാണിക്കാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കാൻ പാടില്ല. വമൻ കാന യുഅ്മിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഫൽയഖുൽ, നിങ്ങൾ പറയണം ഖൈറൻ, നല്ലത് പറയാം, അല്ലെങ്കിൽ ഔലിയസ്മുത്, ഉണ്ടാക്കുക. എന്നിട്ട് എന്തിനാണ് ഈ വേണ്ടാത്ത വഷളത്തരം വിളിച്ചു പറഞ്ഞ് പാട്ടും പാടിങ്ങാണ്ട് ഇത് കേൾക്കാൻ നമ്മൾ ആളുകൾ കൊണ്ടുപോകുന്നത്? ഇതൊക്കെ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ എന്താ അറിയോ? പടച്ചോണിലും പരലോകത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ചില്ലറ കണ്ടീഷനല്ല. ഈ വിശ്വാസം നമ്മളെ മനസ്സെന്നാണ് പോയിന്റെ ലക്ഷണമാണെന്ന് മുസ്ലിം സമുദായത്തിൽ ഈ കാണുന്നത്. ഇതിനൊക്കെ പച്ചക്ക് ന്യായീകരിക്കും. ഞാൻ ഈ ഖുത്ബ പറയുമ്പോൾ കുറച്ചൊരു ഫ്രസ്ട്രേഷൻ എനിക്കുണ്ടാവും, എന്റെ ശബ്ദം കുറച്ച് ഉയരത്തിലായിരിക്കും. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാ ഇങ്ങനെ അലമുറേണ്ട കാര്യം നോക്കി. ഇത് അലമുറണം തുടങ്ങാം, ദീനിനോടുള്ള ഇഷ്ടം കൊണ്ട് കാണും, ഈ നാട്ടിൽ കാണുന്ന ഇടങ്ങളുകൊണ്ട് പറയണം. ഇതിവിടെ അല്ലാതെ എവിടെ പറയും? ഈ പള്ളിയിൽ പറയാൻ പാടില്ല. അതുകൊണ്ട് ഗൗരവത്തിലെടുക്കണം.
വിശ്വാസമുള്ളവരാണെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് മടങ്ങണം. ഞാൻ നാട് മടങ്ങാൻ നിൽക്കേണ്ട, നമ്മൾ ഓരോരുത്തരും മടങ്ങുക. ആർക്കെങ്കിലും വല്ല അബദ്ധവും കല്യാണം നടത്തിയപ്പോൾ ഇതിൻ്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിക്കണമെങ്കിൽ അത് അള്ളാഹിനോട് തൗബ ചെയ്യുക. അത് കുടുംബങ്ങളോട് പറയാം, കുടുംബ ഗ്രൂപ്പിൽ പറയാം, എൻ്റെ കല്യാണം നടത്തിയമാർ നിങ്ങൾ നടത്തരുത്, എനിക്കിപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ പറയാം. അങ്ങനെ സത്യത്തിലേക്ക് മടങ്ങുന്ന, പശ്ചാത്തപിക്കുന്ന, വിനയമുള്ള യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിവാഹത്തിലെ ആഭാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിലരെങ്കിലും മനസ്സിൽ പറയാറുള്ളൊരു കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം കല്യാണത്തിൻ്റെ അന്ന് ഇപ്പോൾ ഒരു മരിച്ച വീട്ടിൽ കൂടിയ പോലെ ഇങ്ങനെ കൂടണം എന്നാണോ ഈ പറയുന്നത്? ഒന്ന് ചിരിക്കാനൊന്നും പറ്റൂലേ? അവിടെ ഇങ്ങനെ മരിച്ച വീട് പോലെ ആവണം എന്നാണോ ഈ ഖുതുബയിൽ പറയണത് എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, പാട്ട് പാടുന്നതിന് ഇസ്ലാം എതിരൊന്നുമല്ല. പക്ഷേ ഈ ശൈത്താനീയത്തിൻ്റെ മ്യൂസിക് ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേ. നമ്മളെ വീട്ടിനൊക്കെ എത്ര ചെറിയ കുട്ടികൾ നല്ല പാട്ട് പാടാൻ കിട്ടുന്ന കുട്ടികളുണ്ട്, നല്ല അർത്ഥമുള്ള പാട്ട് പാടാൻ ഇസ്ലാമിക ഗാനങ്ങളൊക്കെ ഉണ്ടോ, അതവർ പാടിക്കോട്ടെ, എന്തോ കുഴപ്പം? അതിന് യാതൊരു ബുദ്ധിമുട്ട് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. ഹറാമില്ലാതെ ചെറിയ കുട്ടികളുടെ കളിയും കാര്യങ്ങളും നടത്തണേ എന്താ കുഴപ്പമുള്ളത്? ഇതൊന്നും ഇസ്ലാം വിലക്കിയ കാര്യമല്ല. ഹറാം ഉണ്ടാകാൻ പാടില്ല എന്ന്. അല്ലാതെ ആരും അവിടെ മയ്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കണ മാതിരി പുതിയാപ്പിളിനെയും പുതിയണ്ണിയും കൊണ്ടുവന്നിരുത്തണം എന്ന് ആരും ഇവിടെ പറയുന്നില്ല. അപ്പോൾ പ്രായോഗികമായി നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു മാർഗം എന്താ വെച്ചാൽ, ഒന്ന്, വിവാഹത്തിന് മുമ്പ് ഈ വിഷയം സംസാരിക്കുക എന്നുള്ളതാണ്. അത് ഈ നിശ്ചയം എന്ന് പറഞ്ഞ് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് കുറച്ച് ഗൗരവത്തിലെടുക്കുക. അത് പോയിട്ട് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കല്യാണത്തിൻ്റെ രൂപ ഇങ്ങനെയോ ഇന്ന സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ വിവാഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ സംസാരിക്കണം. അതുകൂടി കണ്ടീഷൻ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ കല്യാണം ഉള്ളൂ എന്ന് വ്യവസ്ഥ വെക്കണം ഇനി മുതൽ ഞാൻ പറയണം. അതല്ലാതെ അപ്പോഴൊന്നും ഇത് സംസാരിക്കുന്നില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് പറയും. പിന്നെ കല്യാണ ദിവസം വാപ്പിയും കൂടി അറിയാതെയാണ് എന്ത് ചെയ്യണത്, കരണ്ടാണ് പോകണം. അവിടുന്നാണ് പുകണ് ഉയരുന്നത്. അപ്പോൾ വാപ്പ പിന്നെ നിസ്സഹായനായി മനുഷ്യന്മാരെ കാണാതെ കണ്ണ് പൊത്തി കരയുന്ന മനുഷ്യന്മാരുണ്ട് പിന്നെ വീടിൻ്റെ പുറകെ പോയിട്ട്. കാരണം വിളിച്ചു വരുത്ത മാന്യന്മാരെ മുമ്പിലാണ് ഈ ഗോഷ്ഠി കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരുമിച്ച് കൂടിയിട്ട് നിശ്ചയത്തിൻ്റെ സമയത്തിന് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കാര്യം നമ്മളെ വീട്ടിലുണ്ടാവില്ല, രണ്ട് കുടുംബത്തിലുണ്ടാവില്ല എന്ന് തീരുമാനം എടുക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ അല്ലാതെ ആരെയും ഭയക്കാതെ തീരുമാനം എടുക്കാനും തയ്യാറാകണം. എന്താ പള്ളി ഭരിക്കുന്ന ആൾക്കാരെ പിന്നെ ചുമതല പറഞ്ഞത്, അവരുടെ ഗുണം പറഞ്ഞത് എന്താ? ഖുർആൻ ഇന്നമായ അഴമുറു മസാജിദ് അല്ലാഹ്. പള്ളി ഭരിക്കുന്ന ആളുകളുടെ അവരാരാണ്? മൻ ആമന ബില്ല, ഒന്ന് അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ്, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വാസമുള്ളവരാകണം, വ അഖാമസ് സ്വലാ, പള്ളിന്റെ ഭാരവാഹികൾ അയ്യാര സ്വലാത്ത് എന്ന് പറഞ്ഞ ഒന്നാമത്തെ സഫിൽ ഉണ്ടാകണം. അതുപോലെ സക്കാത്ത് സെല്ലിൽ ആദ്യം പേരിൽ എഴുതി സക്കാത്ത് കൊടുക്കേണ്ടവർ പള്ളി ഭാരവാഹികളായിരിക്കണം. അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാ പള്ളി ഭാരവാഹികൾ. പിന്നെ പറഞ്ഞതെന്താ? വലം യഹ്ശ ഇല്ലല്ലാഹ്, ദീന് നടപ്പാക്കുന്ന വിഷയത്തിൽ അള്ളാനെ അല്ലാതെ വേറെ ആരെയും ഭയപ്പെടൂല, ഒരു ധനാഢ്യനെയും ഭയപ്പെടില്ല, ഒരു മഹല്ലിലെ ഭൂരിപക്ഷത്തെയും ഭയപ്പെടില്ല, ഒരു സംവിധാനത്തെയും ഭയപ്പെടില്ല, പടച്ചോനെ മാത്രമേ ഭയപ്പെടൂ. ആ ധൈര്യം നമുക്ക് വേണം. എന്താ പള്ളി കമ്മിറ്റിക്ക് അത് കഴിയാത്തത്? ഈ ക്വാളിറ്റി ഉള്ളവരല്ല പലപ്പോഴും പള്ളി കമ്മിറ്റിയിൽ എന്നുള്ളതുകൊണ്ടാണ്. അതിന്റെ മാനദണ്ഡം മാറിയിട്ടുണ്ട്. എല്ലാ വിളക്കിൻകാലിന്റെ ചുവട്ടിലും ഇരുട്ടാണ് എന്നൊരു പ്രയോഗമുണ്ട്. വിളക്കിൻകാല് വേറുള്ളവർക്കൊക്കെ വെളിച്ചം കൊടുക്കും, പക്ഷെ അതിന്റെ ചുവട്ടിൽ ഇരുട്ടായിരിക്കും. അതേപോലെ നമ്മളാകാൻ പാടില്ല. പള്ളികളടക്കം ഇതിന്റെ ആളുകൾ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആ പള്ളിയിൽ നിന്ന് ഇതിനെതിൽ മിമ്പർമ സംസാരിക്കാൻ പറ്റും? അയാൾക്ക് അടുത്ത ആവശ്യം പോകേണ്ടി വരും. ഇതാ അവിടുത്തെ പ്രശ്നം. അപ്പോൾ പള്ളികൾ എന്ന് പറയുന്നത് അള്ളാനെ മാത്രം ഭയപ്പെടുന്ന മുഖലിസീങ്ങളെ പള്ളി കമ്മിറ്റിയിൽ വരണം. ഫഅസാ ഉലൈക യകൂനു മിനൽ മുഹ്തദീൻ, എന്നാൽ അക്കൂട്ടർ സന്മാർഗം പ്രാപിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും. ഇതാ ഖുർആൻ പറഞ്ഞത്. ഇതിൽ തന്നെ സംഘടനാ വ്യത്യാസമില്ല, കുറേ മുസ്ലിം സംഘടനകളുണ്ട്. ഈ വിഷയത്തിൽ പൊതുവെ ആർക്കും അഭിപ്രായ വ്യത്യാസത്തിലുള്ള വിഷയങ്ങളോ ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒന്നിച്ചിരിക്കുക, ഒന്നിച്ച് യോഗം ചേരുക. ഒരു മഹല്ലിലെ എല്ലാ വിഭാഗത്തിന്റെ പള്ളി കമ്മിറ്റി ഒന്നിച്ച് യോഗം ചേരുക, എന്നിട്ട് തീരുമാനം എടുക്കുക. നമ്മളെ ഈ ഭാഗത്ത് ഇങ്ങനത്തെ പരിപാടി പാടില്ല, നിയമം കർശനമാക്കുക. ഇതൊക്കെ ഭേദിച്ചുകൊണ്ട് ഈ അക്രമം കാണിക്കുന്ന ആളുകൾക്കെതിരിൽ കൃത്യമായ നിയമ നടപടി രാജ്യത്തിന്റെ ഭാഗത്ത് കൊടുക്കണം, മഹലിന്റെ ഭാഗത്തും. അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവും ചെയ്യും. ഇങ്ങനൊരു കൃത്യമായ തീരുമാനം എടുത്ത് സമൂഹം മുന്നോട്ട് പോയാൽ ഈ കെടുതി നമുക്ക് രക്ഷപ്പെടാൻ ഇൻഷാ അല്ലാഹ് കഴിയും. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
نحمده ونستعينه ونؤمن به ونتوكل عليه